നമസ്കാരം, ഞാൻ ആരതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ട്രീറ്റ് മാട്രസസ്. വാദിയാര്, പ്രതിയാര്? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് ക്ലൈമാക്സിലേക്കെന്ന സൂചന നൽകി കൂടുതൽ മൊഴികൾ പുറത്ത്. സുനിൽ നാദൃശ്യയെ വിളിക്കുന്നത് കേട്ടെന്ന സഹതടവുകാരന്റെ മൊഴി. താരത്തെ വിളിച്ചത് ജയിലിനുള്ളിലെ സെല്ലിൽ നിന്ന്. കാവ്യ മാധവന്റെ ലക്ഷ്യയിൽ ഒരു സാധനം ഏൽപ്പിച്ചെന്ന സുനി ഫോണിലൂടെ പറയുന്നത് കേട്ടെന്നും സഹതടവുകാരൻ ജിൻസൺ. ഇയാൾ കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയിൽ ദിലീപിനും നാദൃശ്യക്കുമെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞതായും സൂചന. പൾസറിന് ഇരുവരുമായും ചില ഇടപാടുകൾ ഉണ്ടായിരുന്നതായും നാദൃശ്യയുമായി സംസാരിച്ചത് പ്രതിഫലത്തെക്കുറിച്ചെന്നും മൊഴി. എന്നാൽ ഇരുവരും തമ്മിൽ ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും ജിൻസൺ. കൃത്യം നടത്തിയതിനു ശേഷം പൾസർ സുനി ജയിലിൽ നിന്ന് നാദൃശ്യയെ 3 തവണ ഫോണിൽ വിളിച്ചെന്ന് അന്വേഷണ സംഘം. ഇതിൽ ഒരു സംഭാഷണം 8 മിനിറ്റോളം നീണ്ടെന്നും രേഖകൾ പരിശോധിച്ച ശേഷം ഉദ്യോഗസ്ഥർ. കേസിൽ താരങ്ങളുടെ ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകുമെന്നും സൂചന. ദിലീപിനും നാദൃശ്യയ്ക്കും പുറമെ 2ാം ഘട്ട ചോദ്യം ചെയ്യലിൽ കാവ്യയുടെ അമ്മയും. നീക്കം കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ. മൂവരിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ടെന്നും പോലീസ്. പൾസർ താരങ്ങളെ വിളിച്ചത് നടി ആക്രമണത്തിന് ഇരയാകുന്നതിന് 10 ദിവസം മുൻപും അതിനുശേഷവുമെന്നും അന്വേഷണ സംഘം. മറ നീങ്ങുന്ന ഗൂഢാലോചന. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചുവെങ്കിലും വ്യക്തതയില്ലെന്ന് റിപ്പോർട്ട്. നടിയുടെ പരാതിയിൽ പറയുന്ന ദൃശ്യങ്ങളാണോ എന്നത് ആധികാരികമായി തെളിയിക്കാൻ സാധിക്കുമോ എന്നതിൽ വിശദ പരിശോധന. അവ്യക്ത ദൃശ്യങ്ങളെങ്കിലും വീഡിയോയിൽ ഒരു സ്ത്രീയുടെ കരച്ചിലുണ്ടെന്നും അന്വേഷണ സംഘം. അതിനിടെ പൾസർ സുനിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കാവ്യ മാധവന്റെ വസ്ത്രസ്ഥാപനത്തിൽ നിന്ന് പിടിച്ചെടുത്ത CCTV ദൃശ്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച അന്വേഷണ സംഘം. കടുത്ത നടപടികളിലേക്ക് കടക്കും മുമ്പ് തെളിവുകൾ ആവർത്തിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥ തലത്തിൽ തിരക്കിട്ട ചർച്ചകൾ. ആഞ്ഞടിച്ച് തച്ചങ്കരി. വിമർശനങ്ങൾക്ക് പിന്നാലെ TP സെൻകുമാറിനും ജേക്കബ് തോമസിന് നേരെ ഒളിയമ്പുമായി ടോമിൻ തച്ചങ്കരി. മനോരോഗം എന്നാൽ ഭ്രാന്ത് മാത്രമല്ല, ചിന്താഗതിയിലെ അപചയവും മനോരോഗമാണ്. പോലീസിന് വേണ്ടത് സന്തുലിത മനസ്സുള്ളവരെയെന്നും കയ്യടിക്ക് വേണ്ടി വിപ്ലവം ഉണ്ടാക്കുന്നവർ പോയാൽ വിപ്ലവം കെട്ടടങ്ങുമെന്നും ആക്ഷേപം. തോന്നുമ്പോഴെല്ലാം കാർഡുയർത്തുന്ന റഫറിമാരെ കൊണ്ട് ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും തച്ചങ്കരി. പോലീസ് സേനയിൽ 5% ക്രിമിനലുകൾ ഉണ്ടെന്ന് പറഞ്ഞത് എന്ത് കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലെന്ന് മനസ്സിലായിട്ടില്ല. പോലീസ് സേനയുടെ ആനുകൂല്യം പറ്റിയ ശേഷം വിമർശിക്കുന്നത് ശരിയല്ലെന്നും വീട്ടിൽ പറയേണ്ടത് വഴിയിൽ പറയേണ്ടതില്ലെന്നും സെൻകുമാറിന് തച്ചങ്കരിയുടെ വിമർശനം. റിട്ടയർമെന്റിന് ശേഷം എന്തും പറയാമെന്ന ചില ഉദ്യോഗസ്ഥരുടെ ധാരണ ശരിയല്ലെന്നും ADGP. ചിറകുവയ്ക്കുന്ന സൗഹൃദം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തിന് 25 വർഷം പഴക്കമുണ്ടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനം ചരിത്രപരമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രായേലുമായുള്ള ആയുധ കരാറിൽ നരേന്ദ്രമോദി ഒപ്പുവയ്ക്കും. 3 ദിവസം നീളുന്ന സന്ദർശനത്തിൽ ഭീകരവിരുദ്ധ നീക്കത്തിന് ഉപയോഗിക്കാവുന്ന ഡ്രോൺ വിമാനവും നിരീക്ഷണ ഉപകരണങ്ങളും വാങ്ങുവാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയാകും. മോദിയുടെ ഇസ്രായേൽ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പലസ്തീൻ അവകാശവാദം ഉന്നയിക്കുന്ന മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തില്ലെന്നും വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈസ്ട്രീറ്റ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.